പ്രിയപ്പെട്ടവരെ, നമസ്കാരം. വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം തേർഡ് സെമസ്റ്ററിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് TS എലിയറ്റിൻ്റെ സാഹിത്യ സംഭാവനകളാണ്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ കവിയായി ലോകം അംഗീകരിച്ച TS എലിയറ്റ് ആംഗ്ലോ അമേരിക്കൻ എഴുത്തുകാരനാണ്. ആധുനിക യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ അധപ്പതനത്തെയും പ്രാചീന സംസ്കാരത്തിൻ്റെ മഹിമയെയും വെളിപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ദി വേസ്റ്റ് ലാൻഡ്. കാലഘട്ടത്തിൻ്റെ അഭിരുചിയെ തിരുത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വിമർശകനായിരുന്നു അദ്ദേഹം. കാലഘട്ടത്തിൻ്റെ അഭിരുചിയെ തിരുത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത ഒരു വിമർശകൻ. എലിയറ്റ് സാഹിത്യത്തിൽ കാൽപ്പനിക വിരുദ്ധ സമീപനം പുലർത്തിയ കവിയും നിരൂപകനുമാണ്. എലിയറ്റ് സാഹിത്യത്തിൽ കാൽപ്പനിക വിരുദ്ധ സമീപനം പുലർത്തിയ ഒരു കവിയും നിരൂപകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന കൃതിയിൽ കവിതയെക്കുറിച്ചുള്ള കാൽപ്പനിക വിരുദ്ധ ചിന്തകൾ വ്യാപിച്ചു കിടക്കുന്നത് കാണാം. കവിതയെക്കുറിച്ചുള്ള കാൽപ്പനിക വിരുദ്ധ ചിന്തകളാണ് ഈ കൃതിയിൽ കാണുന്നത്. പാശ്ചാത്യ സാഹിത്യ വിമർശന രംഗത്തെ ഏറെ വിവാദങ്ങൾക്കും എതിർപ്പുകൾക്കും വിധേയമായ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി എന്ന ആശയം അദ്ദേഹം ഈ കൃതിയിലാണ് അവതരിപ്പിച്ചത്. കവിത വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ്. കവിത വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ്. അത് കവിയുടെ വ്യക്തിത്വത്തിൻ്റെ ശുദ്ധമായ ആവിഷ്കാരമാണെന്ന കാൽപ്പനിക വിശ്വാസത്തെ എലിയറ്റ് ഈ സിദ്ധാന്തത്തിലൂടെ എതിർത്തു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വികാരത്തിൻ്റെ കെട്ടഴിച്ചു വിടലല്ല, വികാരങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് കവിത. വികാരങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് കവിത. ഇങ്ങനെ കാവ്യരചനയുടെ വികാരങ്ങളിൽ നിന്ന് വ്യക്തിപരമായ താല്പര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന കവി ഒരു ദേശീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തീരുന്നു. ഇങ്ങനെ കാവ്യരചനയിലൂടെ വികാരങ്ങളിൽ നിന്നും വ്യക്തിപരമായ താല്പര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന കവി ദേശീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാറുന്നു. ദേശീയ പാരമ്പര്യം എന്നത് മനുഷ്യൻ ഇന്നുവരെ ആർജിച്ചെടുത്ത സാമൂഹ്യ സംസ്കാരത്തിൻ്റെയും സാഹിത്യ സംസ്കാരത്തിൻ്റെയും ആകെ തുകയാണ്. ഈ സംസ്കാരമാണ് കവി കവിതയിലൂടെ പകർത്തേണ്ടത്. ഈ സംസ്കാരത്തെയാണ് കവി തൻ്റെ കവിതയിലൂടെ പകർത്തിയെടുക്കേണ്ടത്. അപ്പോൾ കവിത കവിയുടെയും ആസ്വാദകൻ്റെയും ലോകത്ത് നിന്ന് മുഴുവൻ ജനതയുടെയും വികാരമായി മാറുന്നു. എലിയറ്റിൻ്റെ സങ്കല്പത്തിലെ ചരിത്രബോധം ഈ വിശാലമായ കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുന്നതാണ്. ചരിത്രബോധത്തിൽ സ്വന്തം നാടിൻ്റെ സാഹിത്യവും ഹോമർ തൊട്ട് ഇങ്ങോട്ടുള്ള പാശ്ചാത്യ സാഹിത്യവും അടങ്ങിയിരുന്നു. യൂറോപ്യൻ സാഹിത്യത്തെക്കുറിച്ച് ആഴമേറിയ ധാരണ ഉണ്ടായിരിക്കുന്നതിന് ഗ്രീക്കും ലാറ്റിനും അറിഞ്ഞിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇതെല്ലാം കൂടിച്ചേരുന്നതായിരുന്നു പാരമ്പര്യത്തെക്കുറിച്ചുള്ള എലിയറ്റിൻ്റെ സങ്കല്പം. കവിഹൃദയം ഒരു രാസത്വരകമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സ്വയം ഒരു മാറ്റവും കൂടാതെ രാസപ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന വസ്തുവാണ് രാസത്വരകം. എലിയറ്റിൻ്റെ അഭിപ്രായത്തിൽ കവിഹൃദയം ഒരു രാസത്വരകമാണ്. വ്യത്യസ്തമായ വികാരങ്ങളെ രാസപ്രക്രിയ എന്ന പോലെ കവിതയാക്കി മാറ്റുന്ന കവിഹൃദയത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണ് എലിയറ്റ് അഭിപ്രായപ്പെടുന്നത്. എലിയറ്റിൻ്റെ മറ്റൊരു സംഭാവനയാണ് ദി ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അഥവാ വസ്തു സംയോജകം. ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നാടകം ഒരു പരാജയമാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. കലയുടെ രൂപത്തിൽ ഒരു വികാരം ആവിഷ്കരിക്കാനുള്ള ഒരേയൊരു മാർഗം ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് കണ്ടെത്തുക എന്നതാണ്. വികാരത്തെ പ്രകാശിപ്പിക്കുന്നതിന് ഉതകുന്ന സംഭവ ശൃംഖലകൾ, കഥാപാത്രങ്ങൾ, ബാഹ്യവസ്തുക്കൾ, ബിംബങ്ങൾ എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഹാംലെറ്റ് നാടകത്തിലെ പ്രധാന വികാരം രാജകുമാരന് അമ്മയോട് തോന്നുന്ന വിദ്വേഷമാണ്. ഈ വികാരത്തെ ആവിഷ്കരിക്കുന്നതിൽ രൂപശില്പം തകർന്നുപോയി. ഹാംലെറ്റിലെ ശക്തമായ വികാരങ്ങളെ താങ്ങുന്നതിന് ആ ദുരന്ത നാടകത്തിലെ രൂപശില്പത്തിന് കഴിയാതെ പോകുന്നു. അതിനാൽ രൂപത്തിൻ്റെ മൂശ ഉടഞ്ഞു പോകുന്നു. അതുകൊണ്ട് നാടകം കലാപരമായി ഒരു പരാജയമാണ് എന്ന് എലിയറ്റ് അഭിപ്രായപ്പെടുന്നു. കലാകാരൻ അയാൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന വികാരങ്ങൾക്ക് അനുസൃതമായ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ഒരു കലാസൃഷ്ടി അതിൻ്റെ ലക്ഷ്യം നേടുകയുള്ളൂ. ഭരതമുനി ആവിഷ്കരിച്ച രസസൂത്രത്തിലെ വിഭാവം
എലിയറ്റിൻ്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആയി ചേർന്ന് നിൽക്കുന്നുവെന്ന് പല നിരൂപകരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തും മൂർത്തമായി ആവിഷ്കരിക്കുക എന്ന മുണ്ടശ്ശേരിയുടെ വാക്കുകളിൽ പൗരസ്ത്യവും പാശ്ചാത്യവുമായ ഈ സങ്കല്പങ്ങൾ തന്നെയാണ് സമന്വയിക്കുന്നത്. വസ്തുനിഷ്ഠമായ പരസ്പര ബന്ധം ഒരു ഒറ്റ ഘടകമല്ല, മറിച്ച് വൈകാരിക പ്രതികരണം പ്രകടിപ്പിക്കുന്നതിനോ അറിയിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഘടകങ്ങളുടെ സങ്കീർണമായ ഒരു വെബ് ആണ്. ടി.എസ്. എലിയറ്റിൻ്റെ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന ലേഖനത്തിലാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് വാദം ടി.എസ്. എലിയറ്റ് അവതരിപ്പിക്കുന്നത്. സ്വന്തം കാലഘട്ടത്തിൻ്റെ കലാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരൂപകന് കഴിയണമെന്ന് ടി.എസ്. എലിയറ്റ് പറയുന്നു. അടുത്ത ചോദ്യം, മനോവിജ്ഞാനീയം കുറിപ്പ് തയ്യാറാക്കുക. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃതിയെയും എഴുത്തുകാരനെയും വായനക്കാരനെയും സമഗ്രമായി അപഗ്രഥിക്കുന്ന നിരൂപണ രീതിയാണ് മനോവിജ്ഞാനീയ വിമർശനം. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃതിയെയും എഴുത്തുകാരനെയും വായനക്കാരനെയും സമഗ്രമായി അപഗ്രഥിക്കുകയാണ് മനോവിജ്ഞാനീയ വിമർശനത്തിൽ. എഴുത്തുകാരൻ്റെ മനസ്സിനെയാണ് പ്രധാനമായും മനോവിജ്ഞാനീയ നിരൂപണ ലക്ഷ്യം വെക്കുന്നത്. ഫ്രോയിഡിൻ്റെയും സി.ജി. യുങ്ങിൻ്റെയും മനഃശാസ്ത്ര ദർശനങ്ങളാണ് ഈ നിരൂപണ രീതി പ്രധാനമായും ആശ്രയിക്കുന്നത്. ആദ്യ മനഃശാസ്ത്ര വിമർശകനാണ് ഏണസ്റ്റ് ജോൺ. പ്രധാനപ്പെട്ട മനഃശാസ്ത്ര വിമർശകരാണ് എഡ്മണ്ട് വിൽസൺ, എഫ്. ലൂക്കാസ്, കോൺസറാസ് ഐക്ക്, ഐ.എ. റിച്ചാർഡ്സ് തുടങ്ങിയവർ. അതുപോലെ തന്നെ മലയാളത്തിൽ എം.എൻ. വിജയൻ ഫ്രോയിഡിൻ്റെയും എം. ലീലാവതി യുങ്ങിൻ്റെയും സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയ വിമർശകരായിരുന്നു. അടുത്ത ചോദ്യം, ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവ വിശദമാക്കുക. ലോകപ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ഒരു രോഗിയും ഒരു മനഃശാസ്ത്ര വിദഗ്ധനും തമ്മിലുള്ള അഭിമുഖത്തിലൂടെ മനോരോഗം ചികിത്സിക്കുന്ന മാനസിക അപഗ്രഥനം അഥവാ മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര ശാഖയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. മനസ്സിന് അബോധം എന്നൊരു വശമുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത് ഫ്രോയിഡാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഈ രംഗത്തെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ്. സ്വപ്നങ്ങൾ ആഗ്രഹ പൂർത്തീകരണങ്ങളാണെന്ന അദ്ദേഹത്തിൻ്റെ വിശകലനം മനോരോഗ കാരണങ്ങളുടെയും മനസ്സിൽ അന്തർലീനമായ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെയും വിശകലനത്തിന് ഉതകുന്ന അടിസ്ഥാന മാതൃകകളുടെ രൂപീകരണത്തിന് സഹായിച്ചു. ഈ അടിസ്ഥാനത്തിനാണ് ഫ്രോയിഡ് അബോധ മനസ്സിനെക്കുറിച്ചുള്ള തൻ്റെ സിദ്ധാന്തങ്ങൾക്ക് രൂപം നൽകിയത്. മനഃശാസ്ത്രത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വേർപെടുത്തി ഒരു ശാസ്ത്രശാഖയാക്കി വളർത്തിയതിലും മനോരോഗ ചികിത്സയെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗമായി ഉയർത്തിയതിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രോയിഡിൻ്റെ കൃതികൾ സമകാലിക പാശ്ചാത്യ ചിന്തയെയും ജനകീയ സംസ്കാരത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സിന് ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ 3 ഭാവങ്ങളുള്ളതായി അദ്ദേഹം സിദ്ധാന്തിക്കുന്നു. ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇദ് എന്താണെന്ന് നോക്കാം. ഒരാളുടെ വ്യക്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥിര ഘടകമായിട്ടാണ് ഇദ് നിർവചിക്കപ്പെടുന്നത്. ഒരാളുടെ വ്യക്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥിര ഘടകം. ഇദ് വാസനകളുടെ പൂരണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇദ് വാസനകളുടെ പൂരണത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അബോധം അഥവാ ഇദ് പ്രാകൃതവും യുക്തിരഹിതവുമാണ്. അതിന് മൂല്യങ്ങൾ അറിയില്ല, നന്മ തിന്മകൾ അറിയില്ല, സദാചാരം അറിയില്ല, കാലത്തെക്കുറിച്ച് ഇദ് അറിയുന്നില്ല. ഇതുവഴി മനുഷ്യ മനസ്സെന്ന പ്രതിഭാസത്തെ കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശാരീരിക ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വൈകാരിക പ്രേരണകളുടെയും പ്രത്യേകിച്ച് ആക്രമണോത്സുകതയുടെയും ലൈംഗിക ആസക്തിയുടെയും അബോധാവസ്ഥയിലുള്ള ഉറവിടമായി ഫ്രോയിഡ് ഇതിനെ വിഭാവനം ചെയ്തു. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഇരുണ്ട അപ്രാപ്യമായ ഭാഗമെന്ന് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചു. സാധാരണ ബോധപൂർവമായ ജീവിതത്തിൻ്റെ യുക്തിയും അനുമാനങ്ങളും ഇത് വിസ്മരിക്കുന്നു. ഈഗോ, വ്യക്തിത്വത്തിൻ്റെ ഉപരിതലത്തെയാണ് ഈഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തിത്വത്തിൻ്റെ ഉപരിതലം, യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമാണ് ഈഗോ. യുക്തിയുടെ മണ്ഡലമാണിത്. യാഥാർത്ഥ്യത്തോട് ചേർന്ന് ബാഹ്യലോക ചിത്രങ്ങൾ സ്വരൂപിക്കുന്നത് ഈഗോയാണ്. യാഥാർത്ഥ്യ തത്വമാണ് ഈഗോയെ നിയന്ത്രിക്കുന്നത്.
ആഹ്ലാദ തത്വത്തെ നിഷ്കാസനം ചെയ്ത് തൽസ്ഥാനത്ത് യാഥാർത്ഥ്യത്തെ പ്രതിഷ്ഠിക്കുന്നതിലാണ് ഈഗോയുടെ ശ്രമം. ഇതിൽ നിന്നാണ് ഈഗോ ഊർജം സംഭരിക്കുന്നത്. ഇത് എവിടെയുണ്ടോ അവിടെ ഈഗോയുമുണ്ട് എന്ന് ഫ്രോയിഡ് പറയുന്നു. ഇത് എവിടെയുണ്ടോ അവിടെ ഈഗോയുണ്ട്. ജീവിതാനുഭവങ്ങളിലൂടെ വികാസം പ്രാപിക്കുന്ന ഈഗോയാണ് ഒരാളുടെ പെരുമാറ്റ രീതികൾക്ക് അടിസ്ഥാനം. ജീവിതാനുഭവങ്ങളിലൂടെ വികാസം പ്രാപിക്കുന്ന ഈഗോയാണ് ഒരാളുടെ പെരുമാറ്റ രീതികൾക്ക് അടിസ്ഥാനമാകുന്നത്. ഇതിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള മധ്യസ്ഥനാണ് ഈഗോ. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ബാഹ്യലോകത്തിന്റെ നേരിട്ടുള്ള സ്വാധീനത്താൽ പരിഷ്കരിച്ച ഇതിന്റെ ഭാഗമാണ് അഹം. അഹം യുക്തിയെന്നും സാമാന്യ ബുദ്ധിയെന്നും വിളിക്കപ്പെടുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. അഹം യുക്തിയെന്നും സാമാന്യ ബുദ്ധിയെന്നും വിളിക്കപ്പെടുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. സൂപ്പർ ഈഗോ മനസാക്ഷിയുടെ തലമാണ്. സൂപ്പർ ഈഗോ ലക്ഷണമൊത്ത മനുഷ്യനായി ഒരാളെ രൂപപ്പെടുത്തിയെടുക്കുന്നത് സൂപ്പർ ഈഗോയാണ്. ലക്ഷണമൊത്ത ഒരു മനുഷ്യനായി ഒരാളെ രൂപപ്പെടുത്തുന്നത് സൂപ്പർ ഈഗോയാണ്. ആഗ്രഹങ്ങളുടെ പരിമിതിയിലേക്ക് മാറ്റി നിർത്തുകയാണ് സൂപ്പർ ഈഗോയുടെ മുഖ്യധർമ്മം. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പവിത്രമായ സങ്കല്പങ്ങൾ സൂപ്പർ ഈഗോയ്ക്ക് ഉണ്ട്. അത് അസാധ്യമായി തീരുമ്പോൾ ഈഗോയെ സൂപ്പർ ഈഗോ കുറ്റബോധം കൊണ്ട് ശിക്ഷിക്കുകയും സന്മാർഗ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് സന്മാർഗ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാത്തരം ജന്മവാസനകൾക്കും സൂപ്പർ ഈഗോ കടിഞ്ഞാണിടുന്നു. ഈഡിപ്പസ് ഇലക്ട്രോ കോംപ്ലക്സുകളിലൂടെ മനുഷ്യൻ്റെ സൈക്കോ സെക്ഷൽ ഘടകങ്ങളെ അദ്ദേഹം വിശദമായി വിലയിരുത്തുന്നുണ്ട്. ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും തോന്നുന്ന പ്രത്യേക വികാരങ്ങളെ ഈഡിപ്പസ് ഇലക്ട്രോ കോംപ്ലക്സുകളിലൂടെ ഫ്രോയിഡ് വിശദീകരിച്ചു. സൂപ്പർ ഈഗോ തലമുറകളിലേക്ക് പ്രചരിക്കുന്നു. സൂപ്പർ ഈഗോ പൂർണ്ണതയെ ലക്ഷ്യമിടുന്നു. പ്രധാനമായും വ്യക്തിത്വ ഘടനയുടെ ഭാഗമാണ് സൂപ്പർ ഈഗോ. എന്നാൽ പൂർണ്ണമായും അബോധാവസ്ഥയിലല്ല. അതിൽ വ്യക്തിയുടെ ഈഗോ, ആദർശങ്ങൾ, ആത്മീയ ലക്ഷ്യങ്ങൾ, മനസാക്ഷി എന്ന് വിളിക്കപ്പെടുന്ന മാനസിക ഏജൻസി എന്നിവ ഉൾപ്പെടുന്നു. അത് ഡ്രൈവുകൾ, ഫാൻറ്റസികൾ എന്നിവയെ വിമർശിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൂപ്പർ ഈഗോ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അഹത്തെ സാമൂഹികമായി സ്വീകാര്യമായ പെരുമാറ്റത്തിലേക്ക് പരിമിതപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന ഒരു ആന്തരിക സംവിധാനമാണിത്. സൂപ്പർ ഈഗോ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അഹത്തെ സാമൂഹികമായി സ്വീകാര്യമായ പെരുമാറ്റത്തിലേക്ക് പരിമിതപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന ഒരു ആന്തരിക സംവിധാനമാണ് സൂപ്പർ ഈഗോ. അതേസമയം ഇത് കേവലം തൽക്ഷണ ആത്മസംതൃപ്തി തേടുന്നു. സൂപ്പർ ഈഗോയും രണ്ട് പ്രധാന ഘടകങ്ങളുടെ ഫലമാണ്. അടുത്ത ചോദ്യം ഒരു ഉപന്യാസ ചോദ്യമാണ്. സ്വപ്നവും കലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഫ്രോയിഡിൻ്റെ നിരീക്ഷണങ്ങൾ അപഗ്രഥിക്കുക. തൊട്ടു മുൻപത്തെ ചോദ്യത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വേണം എസ്സേ എഴുതുമ്പോൾ ഇതിന് ഉത്തരം എഴുതേണ്ടത്. സ്വപ്നവും കലയും എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വപ്നങ്ങൾ ആഗ്രഹ പൂർത്തീകരണങ്ങളാണ് എന്ന് ഫ്രോയിഡ് പറയുന്നു. സ്വപ്നത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ് അബോധ മനസ്സാണ്. എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. സ്വപ്നത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ് അബോധ മനസ്സാണ്. എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്നവയാണ്. ലോകചരിത്രത്തെ മാറ്റിമറിച്ച ആദ്യ 10 പുസ്തകങ്ങളിൽ ഒന്ന് ഫ്രോയിഡിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്ന കൃതിയാണ്. സ്വപ്നം, ദിവാസ്വപ്നം തുടങ്ങി മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിൽ അർത്ഥങ്ങളുണ്ടെന്ന് ഫ്രോയിഡ് ശാസ്ത്രലോകത്തോട് വിളിച്ചു പറഞ്ഞു. അബോധ ശക്തികളും അടങ്ങാത്ത ആഗ്രഹങ്ങളുമാണ് മനുഷ്യനെ നിരന്തരം സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നത്. ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ പ്രതിബിംബങ്ങളായിട്ടാണ് മനുഷ്യനിൽ സ്വപ്നങ്ങൾ പ്രവർത്തിക്കുന്നത്. ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ പ്രതിബിംബങ്ങളായിട്ടാണ് മനുഷ്യനിൽ സ്വപ്നങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു സ്വപ്നത്തിന് 2 ഉള്ളടക്കങ്ങൾ ഉണ്ടാവും. ഒന്ന് പ്രകടമായതും മറ്റൊന്ന് അതിൽ മറഞ്ഞിരിക്കുന്നതും. ഇവ രണ്ടും കണ്ടെത്താൻ മനോവിശകലന വിദഗ്ധന് സാധിക്കുമെന്ന് ഫ്രോയിഡ് പറയുന്നു. ഓരോ മനുഷ്യൻ്റെയും അബോധ മനസ്സിൽ നടക്കുന്ന ചിന്താ പ്രക്രിയകളെക്കുറിച്ചുള്ള അറിയാനുള്ള വാതിലായി അദ്ദേഹം സ്വപ്നങ്ങളെ കാണുന്നു. സ്വപ്നത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ് അബോധ മനസ്സാണ്. ഗൂഢമായ സ്വപ്നങ്ങളാണ്
സെൻസറി ഇമേജുകളായും വിഷ്വൽ ഇമേജുകളായും വെളിപ്പെടുന്നത്. സ്വപ്നത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ് അബോധ മനസ്സാണ്. ഗൂഢമായ സ്വപ്നങ്ങളാണ് സെൻസറി ഇമേജുകളായും വിഷ്വൽ ഇമേജുകളായും വെളിപ്പെടുന്നത്. കലാനിർമ്മാണ പ്രവർത്തനവും സ്വപ്ന തുല്യമാണ്. വാസ്തവത്തിൽ കല ഒരു രക്ഷപ്പെടലാണ്. കലാസൃഷ്ടിയായി വിവർത്തനം ചെയ്യപ്പെടുന്ന സ്വപ്നമാണ് കലാകാരൻ്റേത്. കലാസൃഷ്ടിയായി വിവർത്തനം ചെയ്യപ്പെടുന്ന സ്വപ്നമാണ് കലാകാരൻ്റേത്. ഒരു മാനസിക രോഗി മെനയുന്ന സങ്കല്പവും കലാകാരൻ്റെ സൃഷ്ടിയും സമാനമാണ്. മാനസിക രോഗിയും സ്വപ്നദർശിയും സ്വപ്നലോകത്ത് കഴിയുന്നവരാണ്. കലാകാരന് സ്വന്തം സ്വപ്നങ്ങൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, C.G. യുങ്ങിൻ്റെ മനഃശാസ്ത്ര നിരീക്ഷണങ്ങൾ വിശദീകരിക്കുക. ലോക പ്രശസ്ത ചിന്തകനും മനഃശാസ്ത്രജ്ഞനുമാണ് C.G. യുങ്. അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. മനസ്സിന് 3 ഭാഗങ്ങളുണ്ട്: അഹം, വൈയക്തികതാബോധം, സഞ്ചിതാവബോധം. ആ 3 ഏതെല്ലാമാണെന്ന് നോക്കാം. അഹം, വൈയക്തികതാബോധം, സഞ്ചിതാവബോധം. ബോധ മനസ്സാണ് അഹം. ഓർമ്മകളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്ന അബോധ മനസ്സാണ് വൈയക്തികതാബോധം. മനുഷ്യന് പൊതുവായിട്ടുള്ളതാണ് സഞ്ചിതാവബോധം. അപ്പോൾ ഒന്നാമത്തേത് അഹമാണ്, അത് ബോധമനസ്സാണ്. രണ്ടാമത്തേത് വൈയക്തികതാബോധം, ഓർമ്മകളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്ന അബോധ മനസ്സാണ് അത്. മൂന്നാമത്തേത് സഞ്ചിതാവബോധമാണ്, മനുഷ്യന് പൊതുവായിട്ടുള്ളതാണ് സഞ്ചിതാവബോധം. ഇത് എല്ലാ മനുഷ്യരിലും ഉണ്ടെന്ന് യുങ് പറയുന്നു. സംസ്കൃതം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ യുങ്ങിന് പ്രാവീണ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ സാഹിത്യ ലോകത്ത് ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ മാൻ ആൻഡ് ഹിസ് സിംബൽസ്, മെമ്മറീസ്, ഡ്രീം, റിഫ്ലക്ഷൻസ്, ദി അൺഡിസ്കവേർഡ് സെൽഫ്, മോഡേൺ മാൻ ഇൻ സെർച്ച് ഓഫ് സോൾ, സൈക്കോളജി ഓഫ് അൺകോൺഷ്യസ് എന്നിവ പ്രധാനപ്പെട്ട കൃതികൾ. ദി ആർക്കിടൈപ്പ് ഓഫ് ദി കളക്റ്റീവ് അൺകോൺഷ്യസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളിൽ ഒന്നാണ്. എല്ലാ സ്ത്രീകളുടെയും അവബോധ മനസ്സിൽ പുരുഷത്വവും എല്ലാ പുരുഷന്മാരുടെയും മനസ്സിൽ സ്ത്രീത്വവും ഉണ്ടെന്ന് യുങ് പറയുന്നു. എല്ലാ സ്ത്രീകളുടെയും അവബോധ മനസ്സിൽ പുരുഷത്വവും എല്ലാ പുരുഷന്മാരുടെയും മനസ്സിൽ സ്ത്രീത്വവും ഉണ്ടെന്നാണ് യുങ് പറയുന്നത്. അനിമസ്, അനിമ എന്നീ പദങ്ങളാണ് ഈ ആശയത്തിനായി അദ്ദേഹം ഉപയോഗിച്ചത്. അനിമസും അനിമയും. കൂടാതെ സൃഷ്ടി അവബോധം, സാർവലൗകിക അവബോധം എന്നീ ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. മനുഷ്യ മനസ്സിനെ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട നദീതീരത്തോട് യുങ് ഉപമിച്ചു. മനുഷ്യ മനസ്സിനെ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട നദീതീരത്തോടാണ് യുങ് ഉപമിച്ചത്. വ്യക്തിത്വമാണ് ആജീവനാന്ത മനഃശാസ്ത്ര പ്രക്രിയയെന്ന് അദ്ദേഹം പറയുന്നു. മനോവിശ്ലേഷണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സമഗ്രമായ സംവിധാനം എന്ന നിലയിൽ യുങ്ങിൻ്റെ വിശകലന മനഃശാസ്ത്രം സ്ഥാപിക്കപ്പെട്ടു. മനോവിശ്ലേഷണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സമഗ്രമായ സംവിധാനം എന്ന നിലയിലാണ് യുങ്ങിൻ്റെ വിശകലന മനഃശാസ്ത്രം സ്ഥാപിക്കപ്പെട്ടത്. പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവനയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഈ ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നത് അബോധ മനസ്സിനെയും അതിലെ ആശയങ്ങളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അബോധ മനസ്സിനെയും അതിലെ ആശയങ്ങളെയും സൂചിപ്പിക്കാനായി. ലോകമെമ്പാടുമുള്ള പുരാണങ്ങളിൽ സമാനമായ ഉള്ളടക്കം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കളക്റ്റീവ് അൺകോൺഷ്യസ് സഹായിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള പുരാണങ്ങളിൽ സമാനമായ ഉള്ളടക്കം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇത് വിശദീകരിക്കാൻ വേണ്ടിയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചത്. വ്യക്തികളുടെ ജീവിതത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തുവാൻ ഇത് സഹായിക്കുന്നു. മഹാനായ മനുഷ്യൻ, ജ്ഞാനിയായ വൃദ്ധൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ മിക്ക രചനകളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് യുങ്ങിൻ്റെ അബോധ അവസ്ഥയുടെ ഘടന എന്ന ലേഖനത്തിലാണ്. സമഷ്ടിയുടെ അബോധ ചേതസ്സിനെ യുങ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നു. സമഷ്ടിയുടെ അബോധ ചേതസ്സിനെയാണ് യുങ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിക്കുന്നത്. വ്യക്തിയുടെ അബോധ തലത്തിന് വ്യക്തിപരം, സാമൂഹികം എന്നീ 2 മാനങ്ങളുണ്ട്. വ്യക്തിയുടെ അബോധതലത്തിന് വ്യക്തിപരം,
സാമൂഹികം എന്നീ രണ്ട് മാനങ്ങളാണ് ഉള്ളത്. ആർക്കിടൈപ്പ് ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ ആവിഷ്കരിക്കുന്ന ദൈവികമായ ദാർശനിക സങ്കല്പമാണ് ആർക്കിടൈപ്പ്. ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ ആവിഷ്കരിക്കുന്ന ദൈവികമായ ദാർശനിക സങ്കല്പങ്ങൾ. സകാരവും നിരാകാരവുമായ സത്തകളെ ആദി രൂപങ്ങൾ എന്നാണ് വിളിക്കുന്നത്. യുങ്ങിൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെവിടെയുമുള്ള മനുഷ്യ മനസ്സിൽ രൂഢമൂലമായ സമഷ്ടിബോധതലമുള്ള ആശയങ്ങളും ചിന്തയുടെ രൂപമാത്രകളുമാണ് ആർക്കിടൈപ്പുകൾ. മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധ ബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ എന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധ ബിംബങ്ങളാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ അനാദികാലം മുതൽക്കേയുള്ള അനുഭൂതികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ അനുഭൂതികളെ ആത്മാവിൽ നിന്ന് നീക്കിക്കളയാൻ സാധ്യമല്ല. അവ ആർക്കിടൈപ്പുകളായി രൂപപ്പെടുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിൽ അനാദികാലം മുതൽക്കേയുള്ള അനുഭൂതികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ അനുഭൂതികളെ ആത്മാവിൽ നിന്ന് നീക്കിക്കളയാൻ സാധ്യമല്ല. അവ ആർക്കിടൈപ്പുകളായി രൂപപ്പെടുന്നു. ഒരു പ്രത്യേക ആർക്കിടൈപ്പിൽ നിന്നും ഒന്നിലേറെ പുരാവൃത്തങ്ങൾ ഉണ്ടാകുന്നു. വീരനായകന് അല്ലെങ്കിൽ രക്ഷക ബിംബം എന്ന ആർക്കിടൈപ്പ് കേന്ദ്രമാക്കി ലോകമെമ്പാടും എത്രയോ പുരാവൃത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. മാതൃബിംബ ആർക്കിടൈപ്പിൽ നിന്നാണ് ഈജിപ്തിലും ഇന്ത്യയിലും അമ്മ ദൈവസങ്കല്പങ്ങളെക്കുറിച്ചുള്ള പുരാവൃത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഋതുപരിവർത്തനങ്ങളും ജനിമൃതികളും സംബന്ധിക്കുന്ന എല്ലാ പുരാവൃത്തങ്ങളും ആവൃത്തി എന്ന ആർക്കിടൈപ്പിൽ നിന്ന് ഉണ്ടായതാണ്. ആർക്കിടൈപ്പുകൾ അടിസ്ഥാനപരമായി മനുഷ്യൻ പിറവിയെടുത്തതു മുതൽ ഉണ്ടായ അനുഭവങ്ങൾ രൂപം കൊടുത്ത ലക്ഷ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ്. അബോധ തലത്തിൽ രൂപപ്പെട്ട ഇത്തരം ബിംബങ്ങൾ മിത്തുകളെ സ്വാധീനിക്കുന്നു. ആർക്കിടൈപ്പുകളല്ലാതെ മിത്തുകളുടെ നിലനിൽപ്പ് സാധ്യമല്ല. ആർക്കിടൈപ്പുകളില്ലാതെ മിത്തുകൾക്കൊന്നിനും തന്നെ നിലനിൽക്കാൻ കഴിയുകയില്ല. ആർക്കിടൈപ്സ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന കൃതിയിലൂടെയാണ് യുങ് ആർക്കിടൈപ്പുകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നത്. ഐതിഹ്യങ്ങൾ, പുരാവൃത്തങ്ങൾ, നാടോടി കഥകൾ, സ്വപ്നങ്ങൾ, വീരഗാഥകൾ എന്നിവയിലെല്ലാം ഈ പാറ്റേണുകൾ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഐതിഹ്യങ്ങൾ, പുരാവൃത്തങ്ങൾ, നാടോടി കഥകൾ, സ്വപ്നങ്ങൾ, വീരഗാഥകൾ എന്നിവയിലെല്ലാം ഈ സൈക്കോളജി ആൻഡ് റിലീജിയൻ എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യ പ്രരൂപങ്ങൾക്ക് കൃത്യമായ വ്യാഖ്യാനം യുങ് നൽകുന്നത്. മിത്ത് ഒരു പ്രാക്തന സമൂഹത്തിൻ്റെ സ്വത്വവും വിശ്വാസങ്ങളും അടിസ്ഥാന ആശയങ്ങളും മിത്ത് എന്ന സങ്കല്പത്തിൽ ഉൾക്കൊള്ളുന്നു. ഒരു പ്രാക്തന സമൂഹത്തിൻ്റെ സത്വവും വിശ്വാസങ്ങളും അടിസ്ഥാന ആശയങ്ങളും മിത്ത് എന്ന സങ്കല്പത്തിൽ ഉൾക്കൊള്ളുന്നു. മിത്ത് എന്ന പദത്തിന് കെട്ടുകഥ, പുരാവൃത്തം എന്നൊക്കെയാണ് അർത്ഥം. അമാനുഷ്യരായ കഥാപാത്രങ്ങളെയും അലൗകിക പ്രതിഭാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ആഖ്യാനങ്ങളാണ് മിത്തുകൾ. അമാനുഷ്യരായ കഥാപാത്രങ്ങൾ, അലൗകിക പ്രതിഭാസങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ആഖ്യാനങ്ങളാണ് മിത്തുകൾ. മിത്തുകൾ കൽപ്പന കഥകൾ മാത്രമല്ലെന്നും അവ യാഥാർത്ഥ്യത്തിൻ്റെ ഗൂഢാർത്ഥമാണ് ഉൾക്കൊള്ളുന്നതെന്നും ഒരു വാദമുണ്ട്. മിത്തോസ് എന്ന യവന ഭാഷാ പദത്തിൽ നിന്നാണ് മിത്ത് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി. സത്യമോ അസത്യമോ അല്ലാത്തതാണ് മിത്ത്. സത്യമോ അസത്യമോ അല്ലാത്തത് മിത്ത്. മിത്തുകൾ വെറും ചരിത്രങ്ങളല്ല, പ്രകൃതി ചരിത്രങ്ങളാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. മിത്തുകൾ പ്രകൃതി ഭാവനകളെക്കുറിച്ചുള്ള അന്യോപദേശങ്ങളാണ് എന്ന് വില്യം റോബിൻസ് പറയുന്നു. അടുത്ത ചോദ്യം, നോർത്രോപ്പ് ഫ്രൈയുടെ നിരൂപണ നിരീക്ഷണങ്ങൾ അപഗ്രഥിക്കുക. ആദ്യപ്രരൂപ നിരൂപണ രീതിയെ കൃത്യമായി സാങ്കേതിക പദാവലികളാൽ സിദ്ധാന്തവൽക്കരിച്ച് സാഹിത്യത്തിൽ ആദ്യമായി പ്രയോഗക്ഷമമാക്കിയത് നോർത്രോപ്പ് ഫ്രൈയാണ്. ദ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ 20th സെഞ്ച്വറി എന്ന കൃതിയിലൂടെയാണ് അദ്ദേഹം ഇത് സാധ്യമാക്കിയത്. ആദ്യപ്രരൂപ നിരൂപണത്തെ ഒരു സാഹിത്യകൃതി അപഗ്രഥിക്കാനുള്ള മികച്ച ഉപാധി എന്ന നിലയിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു.
വില്യം ബ്ലേക്കിൻ്റെ കവിതകളുടെ നിരൂപണ കൃതിയായ ഫിയർഫുൾ സിമെട്രി എന്ന കൃതിയിലൂടെ ഫ്രൈ പ്രശസ്തനാകുകയുണ്ടായി. അനാട്ടമി ഓഫ് ക്രിറ്റിസിസം എന്ന കൃതിയാണ് സാഹിത്യ നിരൂപണ സിദ്ധാന്തത്തിൽ അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിച്ചത്. ഏറ്റവും മഹത്തായ ക്ലാസിക്കുകൾ എന്ന നിരീക്ഷണത്തിൽ പ്രാകൃത സൂത്രവാക്യങ്ങൾ സാഹിത്യത്തിന് വാക്കുകളുടെ ക്രമം നൽകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വാക്കുകളുടെ ക്രമമാണ് വായനക്കാരെ കൃതിയിലേക്ക് അടുപ്പിക്കുന്നത്. വാക്കുകളുടെ ക്രമമാണ് ഒരു വായനക്കാരനെ ആ കൃതിയിലേക്ക് അടുപ്പിക്കുന്നത്. കൃതിയോട് ഭാവനാത്മകമായി പ്രതികരിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്നത് ഈ ഘടകമാണ്. സാമൂഹിക സന്ദർഭത്തിലെയും വിപുലമായ കാഴ്ചപ്പാടിലേക്കും സാഹിത്യകൃതിയെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്നത് വാക്കുകളുടെ ക്രമമാണ്. സാമൂഹിക സന്ദർഭത്തിലേക്കും വിപുലമായ കാഴ്ചപ്പാടിലേക്കും ഒരു സാഹിത്യകൃതിയെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്നത് വാക്കുകളുടെ ക്രമമാണ്. പ്രാകൃത സൂത്രവാക്യങ്ങളെ സാമ്പ്രദായിക മിത്തുകളും രൂപകങ്ങളുമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതിനെ പുരാവൃത്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. വാക്കുകളുടെ ഒരു ക്രമമായിട്ടാണ് പുരാവൃത്തങ്ങൾ സാഹിത്യത്തിൽ നിലനിൽക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായ വ്യവസ്ഥയിലല്ല, കേവലമായിട്ടുള്ള ഭാവനയിലാണ് ഇത് വേരാഴ്ത്തിയിട്ടുള്ളത്. സാഹിത്യകൃതിയെ സാങ്കല്പികമായി വിലയിരുത്തുവാൻ ഇത് സഹായിക്കുന്നു. സാഹിത്യകൃതിയെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ സ്ഥാനത്ത് നിന്നും വിശകലനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് സാഹിത്യത്തിൻ്റെ മേഖലയിൽ നിന്ന് തന്നെ അതിൻ്റെ അന്തഃസത്തയെ തിരിച്ചറിയുന്നതാണ്. ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് മനോവിജ്ഞാനീയ വിമർശനം എന്നത്. യുങ്ങിൻ്റെയും എലിയറ്റിൻ്റെയും അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും ഒക്കെ സംഭാവനകൾ ഉറപ്പായും ചോദിക്കാവുന്നതാണ്. 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ക്ലാസ് ഇത്രയും വലുതായി മാറിയത്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.